സംഗമേശൻ വരുവോളം കൂടപ്പുഴയിൽ കുരവ ഉയർന്നേ മുത്തുമണി കുട ചൂടി കൂടൽ ഭഗവാൻ കൂട്ടിനരികെ. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഉത്സവമാണ് കൂടൽമാണിക്യം ഉത്സവം. തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേന്ന് മേടമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടുത്തെ കൊടിയേറ്റം. പിന്നീട് അങ്ങോട്ട് 10 ദിവസം രാവും പകലും തുടർച്ചയായി ഇവിടെ ആഘോഷങ്ങളുടെ പൊടിപൂരമാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തവണത്തെ ഉത്സവം ഒരു 5-6 ദിവസം ഞാൻ പോയി കണ്ടു. പണ്ടൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഉത്സവം എന്ന് പറഞ്ഞൊരു ഉത്സാഹം തന്നെയാണ് എല്ലാവർക്കും. ഉത്രം നാളിലാണ് ഇവിടുത്തെ കൊടിയേറ്റം എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊടിപ്പുറത്ത് വിളക്ക്. ആ ദിവസം മുതൽ 8 ശീവേലിയും 8 വിളക്കെഴുന്നള്ളിപ്പും 8 ദിവസത്തെ കഥകളിയും കലാപരിപാടികളും ക്ഷേത്രകലകളും ഒക്കെയായിട്ട് 24 മണിക്കൂറും ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആവേശം പകരുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. കൂടൽമാണിക്യത്തിലെ പ്രതിഷ്ഠ ഭരതൻ്റേതാണെങ്കിലും ഭരതസ്വാമി എന്നല്ല എല്ലാവരും വിളിക്കുന്നത്. കൂടൽമാണിക്യസ്വാമി, സംഗമേശൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഭക്തർ പ്രാർത്ഥിക്കാറ്. പാദപൂജ ചെയ്ത് 14 വർഷമാണ് ഭരതൻ ശ്രീരാമൻ്റെ പ്രതിപുരുഷനായി സന്യാസിയായി നാട് വാഴുന്നത്. 14-ന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് സ്വാമിയുടെ ആണ്ടിലൊരിക്കലുള്ള പുറത്തേക്ക് എഴുന്നള്ളിപ്പ്. എഴുന്നള്ളിപ്പിന് 17 ആനകളാണ് ഇവിടെ. പക്ഷേ അകമ്പടി സേവിക്കാൻ 14 ആനകളെ ഉണ്ടാവൂ. ഒരാന ഭഗവാൻ എഴുന്നള്ളുന്നതാണ്. 2 കുട്ടിയാനകളും കാണും. എതിരേൽക്കാനുള്ള കുത്തുവിളക്കുകളുടെ എണ്ണവും 14 മിക്ക ക്ഷേത്രങ്ങളിലും നിത്യവും ശീവേലി കഴിഞ്ഞ് തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കാറുണ്ട്. കൂടൽമാണിക്യത്തിൽ ഉത്സവകാലത്ത് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മാതൃക്കൽ ബലിദർശനത്തിന് വലിയ പ്രാധാന്യമുള്ളത്. ഇവിടെ മാതൃക്കൽ ബലി തൊഴുന്നത് പുണ്യാണെന്നാണ് സങ്കല്പം. ഞാനും ഇത്തവണ മാതൃക്കൽ ബലി തൊഴുതിട്ടാണ്. മാതൃക്കൽ ബലി കഴിഞ്ഞിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതിനുശേഷമാണ് ശീവേലി തുടങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് വൈകിട്ടുള്ള മാതൃക്കൽ ബലി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൊടിപ്പുറത്ത് വിളക്ക് തുടങ്ങുന്നത്. എന്നും 10 ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വനവാസം കഴിഞ്ഞു വരുന്ന ശ്രീരാമനെ കാത്തിരുന്ന് നിരാശനായി അഗ്നിയിൽ ചാടാനൊരുങ്ങുന്ന ഭരതൻ. ആ സമയത്താണ് ഹനുമാൻ ഒരു സന്ദേശം കൊണ്ടുവരുന്നത്, ജ്യേഷ്ഠൻ ഉടൻ എത്തുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ സന്തുഷ്ടനായി സംഗമേശൻ ഇരിക്കുന്ന അവസ്ഥയാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഭരതപ്രതിഷ്ഠ. രാവിലെ മാതൃക്കൽ ബലി കഴിഞ്ഞ് 8 മണിക്ക് ശേഷമാണ് ദേവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് ശീവേലി തുടങ്ങുക. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആവും ശീവേലി തുടങ്ങുമ്പോൾ. അതൊരു 12:30 വരെ ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് ദിവസം, അതായത് പള്ളിവേട്ട ദിവസം, ശീവേലി 2 മണി വരെ ഉണ്ടാവും.
രാവിലെ എന്നും ശീവേലിക്ക് മുമ്പുള്ള പ്രദക്ഷിണമാണ് ഈ കണ്ടത്. അതിന് 3 ആന മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആനകളൊക്കെ കൊട്ടിലാക്കി ഗണപതി ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള പറമ്പിലാണ് ബാക്കിയുള്ള ആനകളൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം തൊഴാൻ വേണ്ടി മാത്രമാണ് വന്നത്. പകൽപ്പൂരം കാണാൻ വരവില്ല, എന്ന് വെച്ചാൽ നല്ല വെയിലായിരിക്കും. പക്ഷേ ലാസ്റ്റ് 9ാമത്തെ ദിവസം ഞാൻ പകൽപ്പൂരം കാണാൻ വന്നു. അത് അവസാന സമയത്ത് മാത്രം ഇവിടെ എത്തിയത്. 1 മണി തൊട്ട് 2 മണി വരെയുള്ള പൂരം കണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം പിന്നെ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി കൊട്ടിലാക്കി ഗണപതി ക്ഷേത്രത്തിലും കയറി. ആ സമയത്താണ് ബാക്കിയുള്ള ആനകൾ ശീവേലിക്കായി അമ്പലത്തേക്ക് പോണ കാഴ്ചയാണത്. കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള ഈ പറമ്പിലാണ് പണ്ട് മുതൽക്കേ ആനകളെ തിളയ്ക്കാറുള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് എക്സിബിഷനും ഉണ്ട് കേട്ടോ, പൂരം എക്സിബിഷൻ്റെ ഏരിയ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. രാവിലത്തെ ശീവേലി കഴിഞ്ഞാൽ കിഴക്കേ നടപ്പുരയിൽ ഓട്ടംതുള്ളൽ നടക്കാറുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ ഓട്ടംതുള്ളൽ കണ്ട് ആസ്വദിച്ച എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും എല്ലാ കലാകാരന്മാർക്കും മറ്റെല്ലാവർക്കും രാജീവ് വികടനിന്റെയും ടീമിന്റെയും നന്ദി, നമസ്കാരം. സന്ധ്യാസമയത്ത് വന്നാലുള്ള വൈബൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ വന്ന് വെറുതെ ഉത്സവപ്പറമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു അനുഭൂതിയാണ് ഉണ്ടാവുക. ചുറ്റുവിളക്ക് തെളിയിച്ച അമ്പലം, സ്പെഷ്യൽ പന്തലിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ടാവും. പടിഞ്ഞാറെ നടപ്പുരയിൽ കുറത്തിയാട്ടം, പാടകം, പിന്നെ കിഴക്കേ നടപ്പുരയിൽ മൃദംഗമേളം, നാദസ്വരം, പറനിറക്കൽ, അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് ഉണ്ടാവുക. കൂത്തമ്പലത്തിൽ നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത് ഇവ നടക്കുന്നുണ്ടാവും. ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത് പണ്ട് മുതൽക്കേ അമ്മന്നൂർ ചാക്യാർ മഠമാണ്. നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുന്നത് പാരമ്പര്യാവകാശികളായ വില്യവട്ടത്ത് നങ്ങ്യാർ മഠം. പിന്നെ മാതിൽമാടത്ത് ശീവേലി സമയത്ത് ബ്രാഹ്മണിപ്പാട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കൂത്തമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അധികം ആരെയും പ്രവേശിപ്പിക്കാറില്ല, പുറത്ത് നിന്നിട്ടാണ് കാണാറ്. പക്ഷേ ഇപ്രാവശ്യം 8ാം ഉത്സവത്തിൻ്റെ അന്ന്, അതായത് വലിയ വിളക്ക് ദിവസം അങ്ങോട്ട് കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി കണ്ടു കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ കണ്ടു.
ക്ഷേത്രത്തിൽ ക്യാമറ, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിച്ച് ഫോട്ടോ, വീഡിയോ റെക്കോർഡിംഗ് എന്നിവ നിയന്ത്രിച്ചിട്ടില്ലെങ്കിലും എഴുന്നള്ളിപ്പിനോ ആചാരങ്ങൾക്കോ തടസ്സമുണ്ടാകുന്ന രീതിയിൽ ചിത്രീകരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെരുപ്പുകൾ വയ്ക്കുവാൻ പാടുള്ളതല്ല.
ഈ റോഡ് അമ്പലം മുതൽ ഇരിങ്ങാലക്കുട നട വരെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഓട്ടോയിലാണ് തിരിച്ചു പോണത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു അവിടെയൊക്കെ. അപ്പോൾ ലാസ്റ്റ് ഒരു പച്ച ലൈറ്റിട്ട ആൽത്തറ കാണാം. ആ ആലിന്മേലാണ് പള്ളിവേട്ട നടക്കുന്നത്. ശീവേലിയും രാത്രിയിലത്തെ വിളക്കും തുടങ്ങുന്നത് കിഴക്കേ നടയെന്നാണ്. അവിടെ ആദ്യം കൊട്ടി പിന്നെ പടിഞ്ഞാറേ നടയിലേക്ക് വരും. പടിഞ്ഞാറേ നടയെന്ന് പിന്നെ കിഴക്കേ നടയിലേക്ക് ചെന്നിട്ടാണ് അവസാനിക്കുന്നത്. അങ്കുരാതി, ധ്വജാതി, പടഹാതി എന്നൊക്കെ ഉത്സവങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് ഇത്ര. അതിൽ ധ്വജാതി എന്ന് കേൾവി കേട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യത്തിലത്തെ. ക്ഷേത്രമേളങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും നന്നായി ആസ്വദിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു മേളമാണ് ഇവിടുത്തെ പഞ്ചാരി മേളം. ഈ മേളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കഥകളി ചമയങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വരാറുണ്ട് എപ്പോഴും. മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കഥകളി തുടങ്ങായി. വലിയ വിളക്ക് ദിവസത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത്. അതായത് 8ാം ഉത്സവത്തിൻ്റെ അന്നാണ് ശ്രീരാമ പട്ടാഭിഷേകം ഉള്ളത്. ഈ ഉത്സവ നാളുകളിൽ രാവിലെ ശീവേലിക്കും രാത്രി വിളക്ക് എഴുന്നള്ളിപ്പിനും ഭഗവാന് സ്വർണ്ണക്കോലാണ് എഴുന്നള്ളിക്കുന്നത്. ശീവേലിക്കും വിളക്ക് എഴുന്നള്ളിപ്പിനും സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ നാളുകളിൽ മാതൃക ബലിയും മാതൃക ദർശനവും കഴിഞ്ഞ് ദേവചൈതന്യം ആവാഹിച്ച തിടമ്പ് കോലത്തിൽ ഉറപ്പിച്ച ശേഷം കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് ആനപ്പുറത്ത് തിടമ്പേറ്റി വാളും പരിചയും കുത്തുവിളക്കുമായി പാരമ്പര്യ അവകാശികളുടെ അകമ്പടിയോടെ രാജകീയ രീതിയിലാണ് ഭഗവാന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിപ്പ്.
ഇത് പള്ളിവേട്ട ദിവസം, അതായത് അവസാന ശീവേലി കഴിഞ്ഞ് കോലം ഇറക്കണ കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് സ്പെഷ്യൽ പന്തലിൽ ചെന്നപ്പോൾ അവിടെ നല്ലൊരു തിരുവാതിര കളി കണ്ടു. അവരുടെ തന്നെ 3 തിരുവാതിര ഞാൻ കണ്ടു. അതിൽ ഒരെണ്ണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെയുള്ളൊരു കലാകാരി രചിച്ച് ചിട്ടപ്പെടുത്തിയതൊക്കെയാണ് അവർ പറയുന്നുണ്ട്. എട്ടാമത്തെ ദിവസം രാത്രി വിളക്കിന് ശേഷം ശ്രീരാമ പട്ടാഭിഷേകം ആരംഭിക്കും. ഞങ്ങളിവിടെ വന്നത് ഒരു 3-3:30 സമയത്താണ് കേട്ടോ. പട്ടാഭിഷേകത്തിൻ്റെ ടൈം ആകുമ്പോഴേക്കും എത്താന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തൊട്ടുള്ള വീഡിയോ ആണ് എടുത്തത്. ആദ്യം ഗോപ്രോയിൽ എടുത്തു. അപ്പോൾ ഇത്ര അകലെയായ കാരണം എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സൂം ചെയ്ത് മൊബൈലിൽ എടുത്തു. ആ വീഡിയോ ആണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കണത് കേട്ടോ. അതിലില്ലാത്ത കുറച്ച് വീഡിയോ ആണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. വളരെ നല്ലൊരു ആസ്വാദനം നൽകുന്ന കഥയാണ് വലിയ വിളക്ക് നാളിലെ ശ്രീരാമ പട്ടാഭിഷേകം കഥകളി. നീ
എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് ഇടിച്ച് കയറരുതെന്ന് ഭക്തജനങ്ങളോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ പതിവ്. അത് പലർക്കും ഇവിടെ കൈകാര്യം ചെയ്യുന്നതിൽ വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. പട്ടാഭിഷേകം കഴിഞ്ഞ് രാവിലെ വീട്ടിൽ പോകുമ്പോൾ ഉത്സവം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ 9ാം ദിവസത്തെ കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ടാവും. പിന്നെ രാവിലെ ശീവേലി ഉണ്ടാവും. പിന്നെ പുറത്തേക്ക് പള്ളിവേട്ടയാണ്. പിന്നെ പിറ്റേ ദിവസം ആറാട്ടും. പള്ളിവേട്ട ദിവസത്തെയും ആറാട്ട് ദിവസത്തെയും പഞ്ചവാദ്യം വളരെ പ്രത്യേകതയാണ്. പള്ളിവേട്ട നായാട്ട് കഴിഞ്ഞ് വിജയിച്ച് ഭഗവാൻ പഞ്ചവാദ്യത്തോടും പാണ്ടിമേളത്തോടും കൂടിയാണ് തിരിച്ചെഴുന്നള്ളുന്നത്. രാത്രി 9 മണി കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിലേക്ക് പള്ളിവേട്ടയ്ക്കായിട്ട് പോകും. ആദ്യം ഒരു ആന കഴുത്തിലെ മണി പോലും കിലുങ്ങി ശബ്ദം ഉണ്ടാക്കാതെ ആൽത്തറയിലെത്തും. ചടങ്ങ് കഴിഞ്ഞ് 5 ആനയുമായി പഞ്ചവാദ്യത്തോടെയാണ് തിരിച്ചെഴുന്നള്ളുക. പിറ്റേന്നാണ് ആറാട്ട്. പൂജ കഴിഞ്ഞ് ശ്രീഭൂതബലി കഴിഞ്ഞ് 3 ആനയുടെ അകമ്പടിയോടെ ആറാട്ടിന് യാത്രയാവും. ആറാട്ട് ചാലക്കുടിയിലെ കൂടപ്പുഴയിലോ രാപ്പാളോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്രാവശ്യത്തെ ആറാട്ട് രാപ്പാളായിരുന്നു. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സംഗമേശനെ പഞ്ചവാദ്യത്തോട് സ്വീകരിക്കും. പൊടിക്കൽ പറ നിറച്ച ശേഷം പഞ്ചാരി, രൂപകം, ചെമ്പട മേളത്തോടെ വാദ്യഘോഷങ്ങൾ അവസാനിക്കും. ഇത്തവണത്തെ കൂടൽമാണിക്യം ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഉത്സവപ്രേമികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.